മാറ്റത്തി കിളിക്കൊള്ളിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ നിധിയും സുധീഷാണെങ്കിലും വക്കീലിനെയൊക്കെ കണ്ടിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾ സുഭാഷ് ഏട്ടനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ ആണെങ്കിൽ നമ്മൾ നീതുവിൻ്റെ ഏട്ടൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവരെല്ലാവരും ഒക്കെ പറഞ്ഞെല്ലാം സെറ്റായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹരീഷാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഭാസ്കരൻ കയറി പറയുന്നുണ്ട് കേട്ടോ. നീ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ ചേട്ടനും ആ കൂട്ടുകാരും ഒക്കെ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി, ഇത്രയും വയസ്സായ എന്നെ നോക്കി വരെ അവന്മാർ ഓരോന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറയുന്നു. പിന്നെ നമ്മളെ ഈ വീടിനെക്കുറിച്ച് അവന്മാർ ഒരുപാടൊക്കെ ആക്ഷേപിച്ചൊക്കെ സംസാരിച്ചെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഭാസ്കരനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ സുധീഷാണെങ്കിൽ ഭാസ്കരനാണെങ്കിൽ ഒരുപാടൊന്നും അങ്ങോട്ട് പറയാൻ സമ്മതിക്കാതെ വലിച്ചൊക്കെ അങ്ങോട്ട് സിറ്റോളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഹരീഷ് ചോദിക്കുന്നുണ്ട് നീതുവിൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ ആരൊക്കെയാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ സുഭാഷ് പറയുന്നുണ്ട് അത് നീതുവിൻ്റെ ആങ്ങളെയും കുറച്ച് ഫ്രണ്ട്സ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അവർ സുഭാഷിനെ തല്ലിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സുഭാഷൊന്നുമില്ല, അവരങ്ങനെ തല്ലിയൊന്നുമില്ല, അവർ വന്ന് കാര്യം പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, ഇതെനിക്ക് നീതുവിൻ്റെ പിറക്കെ നടന്ന് ശല്യം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടും കാര്യം പറഞ്ഞിട്ട് അവർ പോയെന്നൊക്കെ പറയും. ഹരീഷിനാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞപ്പോൾ നല്ല ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വന്ന് ഇങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഹരീഷാണെങ്കിൽ ഉറങ്ങാതെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ രാവിലെ നമ്മളെ നിധിയാണെങ്കിൽ ഇരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ സുഭാഷ് വന്ന് ചോദിക്കുന്നുണ്ട് മോളെ ഹരീഷും സുധീഷും എന്ത് ചെയ്ത് ചോദിക്കുമ്പോഴത്തേക്കും നമ്മളെ നിധി പറയുന്നുണ്ട് കേട്ടോ അവർ പുറത്തോട്ട് പോയത് കണ്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമ്മൾ നികേഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഒന്ന് അവരെ ഫോൺ വിളിച്ചൊന്ന് നോക്കാനൊക്കെ പറയുമ്പം നമ്മൾ നികേഷ് ഫോൺ വിളിക്കുന്ന സമയത്ത് ഇവർ ഫോണൊന്നും എടുക്കാതെ ഫോണൊക്കെ വീട്ടിൽ വെച്ചിട്ട് അവർ പോകുന്നത്. സുധീഷ് ഹരീഷും കൂടെ ആണെങ്കിൽ നമ്മളെ നീതുവിൻ്റെ വീട്ടിൽ പോയിട്ടാണെങ്കിൽ അവിടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ കയറിയിട്ടാണെങ്കിൽ നമ്മളെ നീതുവിൻ്റെ അച്ഛനുമായിട്ടൊക്കെ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹരീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വീട്ടിൽ ഇരുന്നിട്ടാണോ ഞങ്ങളെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഞങ്ങളെ വീടിനെ കുറ്റം പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ വാടകയ്ക്കല്ലേ താമസിക്കുന്നത്, ഞങ്ങൾ സ്വന്തമായിട്ട് വീടും കാര്യങ്ങളും ഞങ്ങൾ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്, എന്നിട്ടാണോ നിങ്ങൾ വന്നിട്ട് നിങ്ങളെന്താ ബംഗ്ലാവിൽ താമസിച്ച കണക്കൊക്കെ ഞങ്ങളെ വീട്ടിൽ വന്ന് ഞങ്ങളെ കുറ്റം പറയാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട് എനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറയട്ടെ, അപ്പോൾ ഞങ്ങൾ സംസാരം നിർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ എൻ്റെ അടുത്ത് എത്രമാത്രം അവർക്ക് ഇഷ്ടമുണ്ടെന്ന് പറയുന്നു അത്രമാത്രം ഞങ്ങൾ സംസാരിക്കുന്നൊക്കെ നമ്മൾ ഹരീഷാണെങ്കിൽ പറയുക ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം പിന്നെ സംസാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നീത് പറയുന്നുണ്ട് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നുണ്ട് ഹരീഷിൻ്റെ അടുത്ത്. എന്നിട്ട് അവർ പുറത്തോട്ട് പോകുന്ന സമയത്താണെങ്കിൽ നമ്മൾ നീതുവും പറക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഹരീഷ് എന്തായാലും സംസാരിച്ച് കുറച്ച് കൂടിപ്പോയെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നീതുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എവിടെ അടി ഇറങ്ങിപ്പോയി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് അകത്തോട്ട് കയറി വാന്നൊക്കെ പറഞ്ഞ് നീതുവിനെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സുധീഷും ഹരീഷും ആണെങ്കിൽ അങ്ങ് തിരിച്ച് വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷേൻ്റെ അടുത്താണെങ്കിൽ ഒരു കാര്യമൊന്നും പറയുന്നതൊന്നുമില്ല, അവർ സാധാരണ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ വീണ്ടും നമ്മളെ കിളിക്കൂട് വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടാണെങ്കിൽ വീണ്ടും അവിടെ വന്ന് ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നീതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിലേക്കാണ് എൻ്റെ മോളെ ഞാൻ കെട്ടിച്ച് വിടേണ്ടത്, ഈ വീട്ടിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് തോനെ നാൾ ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന നിധിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നിധിയാണെങ്കിൽ ചെന്ന് നമ്മുടെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ആ താലിമാല ഇങ്ങ് എടുത്ത് തരാൻ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ സുധീഷിൻ്റെ നിന്ന് താലിയൊക്കെ മേടിച്ചിട്ടിട്ടാണെങ്കിൽ നിധിയാണെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ടാണെങ്കിൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട് സുധീഷിൻ്റെ ഭാര്യയാണ്, സുധീഷ് എന്നെ ഇവിടെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്ന് അന്നോട്ടെ എനിക്കാണെങ്കിൽ ഈ വീടിനെക്കുറിച്ച് അറിയാം, അതുവരെ ഈ വീടിനെക്കുറിച്ച് ഓരോരുത്തരൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ വീടിനകത്തെക്കുറിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ആരും ഇവിടെ സംസാരിക്കേണ്ട, അതൊക്കെ ചുമ്മാതാണെന്നൊക്കെ നമ്മൾ നിധി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മോളെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അല്ലാതെ ഈ വീട്ടിലുള്ളതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വീടിനെ പറ്റിയൊന്നും നിങ്ങളൊന്നും ആവശ്യമില്ലാത്തൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമെന്നൊക്കെ നമ്മൾ നിധി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന അന്ന് തൊട്ടേ ഞാനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്, എനിക്ക് ഇവിടെ കിട്ടുന്ന കണക്കൊരു സ്നേഹവും കാര്യങ്ങളൊന്നും എനിക്ക് എവിടെയും കിട്ടിയിട്ടില്ല എന്നൊക്കെ നമ്മൾ നിധിയാണെങ്കിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നത് നമ്മൾ സുധീഷിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ അങ്ങനെ ആ വാക്ക് കേട്ടിട്ട് സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ഭയങ്കര സന്തോഷത്തിലേക്ക് നമ്മൾ സുധീഷൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രമോ റിവ്യൂ ആയിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.